ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, കഴിഞ്ഞ ദിവസം റഷ്യ നടത്തിയ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. ഗെറാൻ 4 എന്ന് പറയുന്ന റഷ്യയുടെ ജെറ്റ് എഞ്ചിൻ ഘടിപ്പിച്ച ഡ്രോണിനെ വെച്ച് നടത്തിയ യുക്രൈൻ നേരെ നടത്തിയ ആക്രമണമാണ് കൊടുത്തത്. മത്സ്യബന്ധന ബോട്ടുകളെയൊക്കെ തകർത്ത വാർത്തയായിരുന്നു അത്. അപ്പോൾ അത് പ്രേക്ഷകരും ഓർക്കുന്നുണ്ടായിരിക്കും. യുക്രൈൻ കഴിഞ്ഞ ദിവസം അതിന് തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു. അവരും ഒരു നാവിക ഡ്രോൺ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ പേര് സർഗൺ 3000 എന്നാണ്. സർഗൺ 3000 എന്ന നാവിക ഡ്രോൺ ഉപയോഗിച്ച് റഷ്യൻ കപ്പലായിട്ടുള്ള ഒരു കപ്പലിനെ അവർ മുക്കിയിട്ടുണ്ട് കരിങ്കടലിൽ. ഇതൊരു ദീർഘനാളത്തെ ഒരു പ്രതികാരം കൂടെയാണ് റഷ്യ ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ കപ്പലിന്റെ പേര് വന്നിട്ട് ഇസൂംറുട്ട് എന്നാണ്. ആ കപ്പലിന്റെ പേര് ഇസൂംറുട്ട്. ഈ ഇസൂംറുട്ട് കപ്പലിനെയാണ് നാവിക ആക്രമണം ഉപയോഗിച്ച് ഇവർ മുക്കിയത്. ഈ കപ്പലിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ കപ്പലിനെ റഷ്യ യുക്രൈൻ കുറെ നാളായിട്ട് മുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നോട്ടമിട്ട് വെച്ചിരിക്കുകയായിരുന്നു. കാരണം 2018 കെർച്ച് കടലിടുക്കിൽ 3 യുക്രൈനിയൻ നാവിക കപ്പലുകൾ ആക്രമിച്ച് 24 യുക്രൈനിയൻ നാവികരെ ബന്ദികളാക്കിയ റഷ്യൻ കപ്പലായിട്ടുള്ള ഒരു കപ്പലാണിത്. ഇസൂമുദ്ര എന്ന് പറയുന്ന ഈ കപ്പല്. അതിന്റെ പ്രൊനൗൺസിയേഷനിൽ ചെറിയ തെറ്റ് വരിക, കാരണം എനിക്ക് റഷ്യൻ ഭാഷയാണ്. ഇസൂമൃത് എന്നാണ് അതിന്റെ പേര്, ഇസൂമൃത്. അപ്പൊ ആ കപ്പല് 2018 യുക്രൈൻ നോട്ടം ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. 24 യുക്രൈനിയൻ നാവികരെ അന്ന് ഈ കെർച്ച് കടലിടുക്കിൽ വെച്ച് ഈ കപ്പല് കൊന്നു. ഈ സംഭവം ആഗോളതലത്തിൽ വ്യാപകമായിട്ട് അവർ ചർച്ച ചെയ്തു. ഏകദേശം 7.5 വർഷത്തിന് ശേഷം അതേ കപ്പലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യുക്രൈൻ റഷ്യക്ക് ഉചിതമായിട്ടുള്ള മറുപടി നൽകി. തങ്ങളുടെ നാവികരെ അപമാനിച്ചതിനുള്ള പ്രതികാരമായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. സർഗൺ 3000 എന്ന് പറയുന്ന നാവിക ഡ്രോൺ ഉപയോഗിച്ചാണ് യുക്രൈൻ ഇത് ചെയ്തിരിക്കുന്നത്. പോരാത്തതിന് ഇത് ഞങ്ങളുടെ പ്രതീകാത്മകമായിട്ടുള്ള വിജയമാണ് എന്ന് പറഞ്ഞ് യുക്രൈൻ അതിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിനുശേഷം ഈ റഷ്യ അടങ്ങിയിരുന്നില്ല. കൈവിൽ അതിഭീകരമായിട്ടുള്ള ആക്രമണം നടത്തി. പ്രതികാര നടപടി. ഈ യുക്രൈൻ അതിന് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയും. ഈ അതിഭീകരമായിട്ടുള്ള ആക്രമണം അവർ നടത്തിയത് ഈ ഷാഹദ് ഡ്രോണുകളുടെ കളിയാണല്ല. ഷാഹദ് ഡ്രോണുകൾ ആദ്യം ഗെറാൻ ഡ്രോൺ ഉപയോഗിച്ച് റഷ്യ ഇങ്ങോട്ട് അടിച്ചു. സർഗൺ ഉപയോഗിച്ച് അങ്ങോട്ട് ഇസൂമുദ്രിനെ മുക്കി. ഇങ്ങോട്ടേക്ക് ഇപ്പോ ഷാഹദ് ഡ്രോണുകൾ ഉപയോഗിച്ച് കൈവിൽ സമ്പൂർണമായിട്ടുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. ഇത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതില് സിവിലിയൻസിനെയും ഈ ആക്രമണം ബാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുകയാണ്. ആ അടി നടക്കുന്നതിന്റെ ഇടയിൽ ഇപ്പോ അസോവ് കടലിടുക്ക് എന്ന് പറഞ്ഞൊരു കടലിടുക്ക് ഇവർക്കിടയിലുണ്ട്. നമുക്ക് ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് നമ്മൾ പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകർക്ക് അതിന്റെ പ്രാധാന്യം അറിയാം. അതുപോലെ ഈ റഷ്യ യുക്രൈൻ ഈ ബ്ലാക്ക് സീയുടെ അടുത്തേക്ക് പോകുന്ന ഒരു കടലിടുക്കാണ് ഈ അസോവ് കടൽ. സീ ഓഫ് അസോവ്, ബ്ലാക്ക് സീയുടെ സീ ഓഫ് അസോവിൽ കിടക്കുന്ന ഒരു കടലിടുക്കാണ് ഈ അസോവ് കടലിടുക്ക് എന്ന് പറയുന്നത്. ഈ അസോവ് കടലിടുക്കിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി പല രാജ്യങ്ങൾക്കും പല ഭാഗത്തും ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ അതെനിക്ക് പറഞ്ഞു തരണം, കാരണം എനിക്ക് അതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. എനിക്ക് അതിനെപ്പറ്റി ഒരു അറിവില്ല. അപ്പോ ഈ കടലിടുക്കിന്റെ പ്രാധാന്യം എന്താണ്? ഇപ്പൊ ഹോർമൂസിനെ ബ്ലോക്ക് ചെയ്യും പോലെ ഇപ്പോ യുക്രൈൻ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ അവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയുന്നത്. വേറൊരു ചോദ്യം ഇതിൽ ജനറലായിട്ട് ചോദിക്കാനുള്ളത്, ഈ എല്ലാ രാജ്യങ്ങളും ഈ കടലിടുക്കിനെ ബ്ലോക്ക് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോക രാജ്യങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ഈ രാജ്യങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് ഹോർമുസ് പോലെയല്ല. ഹോർമുസ് എന്ന് പറഞ്ഞാൽ ഇറാന്റെയും ഒമാന്റെയും ഒക്കെ ഇടയ്ക്ക് ഉള്ള ഒരു കടലിടുക്കാണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉക്രൈന്റെ മേഖലയിലല്ല ഇത്, പക്ഷെ ഉക്രൈന്റെ സമുദ്രാതിർത്തിയിലാണ്. അതാണ് അതിന്റെ ഒരു ഇത്. അതായത് പക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഉക്രൈൻ ഇവിടെയാണ് വലിയ ആക്രമണം നടത്തുന്നത്. കാരണം ഇതുവഴിയാണ് റഷ്യയുടെ എണ്ണ ടാങ്കറുകൾ കൂടുതലും കടന്നു പോകുന്നത്. അവരുടെ ഈ എണ്ണ കച്ചവടമാണല്ലോ അവർക്ക് മെയിൻ ആയിട്ടുള്ളത്, ക്രൂഡ് ഓയിലും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഇത് മാത്രമല്ല, ഈ സൺഫ്ലവർ ഓയിൽസ്, ഗോതമ്പ്, റഷ്യയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ പോകും. റഷ്യയുടെ മാത്രമല്ല, യുക്രൈന്റെ സാധനങ്ങൾ ഇതുവഴി തന്നെയാണ് പോകുന്നത്. അപ്പം ഇതെല്ലാം പെട്രോൾ എത്തണമെങ്കിൽ ഈ വഴിയാണോ പോകുന്നത്? അല്ല, അതിന് വേറെ റൂട്ട് ഉണ്ടാവും. പക്ഷെ ഇത് പറഞ്ഞാൽ ഇവർക്ക് യൂറോപ്യൻ കൺട്രീസിലേക്കും മറ്റുമൊക്കെ ഇവർക്ക് എത്തിക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത്. കാരണം റഷ്യ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പോകുന്നത്, മുമ്പ് ഉക്രൈൻ പറഞ്ഞുകൊണ്ടിരുന്നത് റഷ്യയുടെ ഷാഡോ ഫ്ലൈറ്റുകളാണ് ഇതുവഴി പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ആക്രമിക്കുന്ന ഷാഡോ ഫ്ലൈറ്റുകളാണെന്നാണ് ഇവർ പറയുന്നത്. കള്ളവണ്ടി അതുവഴി പോകുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ റഷ്യ പറയുന്നത് ഞങ്ങളുടെ ഇന്റർനാഷണൽ ജലപാതയാണ്, ഞങ്ങൾ അതുവഴി ഞങ്ങളുടെ ചരക്കുകൾ കൊണ്ടുപോകുന്നതാണ്. പക്ഷെ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. റഷ്യയുടെ കപ്പലുകളെല്ലാം കൊണ്ട് അവിടെ കൊണ്ട് വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതുവഴിയുള്ള ഈ എണ്ണയുടെ മാത്രമല്ല, ഞാൻ ഈ നേരത്തെ പറഞ്ഞ നമുക്ക് ഗോതമ്പ്, അതുപോലെ തന്നെ ഈ പറയുന്ന എണ്ണകള്, മറ്റു കാര്യങ്ങൾ, ഇതൊന്നും
അകത്തോട്ടും പുറത്തോട്ടും വരാത്ത ഒരു സാഹചര്യം നമുക്കറിയാം. നമ്മൾ മുൻപൊക്കെ ഈ വിഷയം തന്നെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു റഷ്യ ഏറ്റവും കൂടുതൽ നോട്ടമിടുന്നത് ഉക്രൈന്റെ പോർട്ടുകളെയാണ് എന്ന്. കഴിഞ്ഞ ദിവസം റഷ്യ അവരുടെ ഒരു പോർട്ട്, ഉക്രൈന്റെ ഒരു പോർട്ട് പിടിച്ചെടുക്കാണ്ട് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിയത് നമ്മൾ 3-4 ദിവസം മുമ്പായിരുന്നു ഇതിനകത്ത് ഈ പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പൊ അന്ന് ധനുഷ് തന്നെ പറഞ്ഞു അതോടെ കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ റഷ്യ ഏതാണ്ടൊക്കെ ഒതുങ്ങും, കാരണം അവർക്ക് തൃപ്തിയായിട്ടുണ്ട്. അപ്പൊ അത് തൃപ്തിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ പോർട്ടുകളിലാണ് ഇതിന്റെ ഈ ഉക്രൈന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അനവധി പോർട്ടുകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇത് പിടിച്ചെടുക്കുക. അപ്പൊ ഈ ഒരു കടൽ, അത് ഇത് ധനുഷ് പറഞ്ഞതൊരു ശരിയാണ്. കാരണം ലോകത്തെല്ലായിടത്തും ഇപ്പോൾ ഈ ഈ കടലിലെ രാജാവ് കരഭരിക്കുമെന്ന് പറയുന്നത് കറക്റ്റാണ്. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നത് ഏതാണ്ട് ഒരു 80-85% വ്യാപാരം ഈ ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്ന കടൽ മാർഗമാണ്. അതായത് നമ്മൾ കാലം ഒരുപാട് പുരോഗമിച്ചു, നമ്മൾ പല കണ്ടുപിടുത്തങ്ങളും നടത്തി, പക്ഷെ വലിയ വിമാനങ്ങളിലോ ഇല്ലെങ്കിൽ ട്രെയിനിലോ ഒക്കെ ചരക്കുകൾ വരുന്നില്ല. പകരം ഷിപ്പുകളിൽ തന്നെ ജലമാർഗം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ജലമാർഗം യൂസ് ചെയ്യുന്നത് ഭയങ്കര ലാഭമുള്ള ഒരു ബിസിനസ്സാണിത്. കാരണം ഈ ഓരോ സമുദ്രാതിർത്തി കടന്നു വരുമ്പോഴും ആ രാജ്യത്തിന് വലിയ രീതിയിലുള്ള ഒരു ടാക്സ് കിട്ടുന്നുണ്ട്, ഒരു ടോൾ കിട്ടുന്നുണ്ട്. ആ രാജ്യത്തിന് അടക്കേണ്ട ഒരു നികുതി പണമുണ്ട്. നമ്മുടെ ഈ ഹൈവേ കൂടെ പോകുന്നത് പോലെ തന്നെയുള്ള ഒരു ടോൾ ഇതിനകത്ത് ഇന്റർനാഷണൽ തലത്തിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രകൃതി തന്നെ ഒരുക്കിയ കടൽ ഇടുക്കുകളാണിത്. അപ്പൊ ഇത് എല്ലാവർക്കും എന്താണ് ഒരേ അധികാരം തന്നെയാണ്. അതായത് ഇത് ആർക്കും അധികാരം സ്ഥാപിക്കാൻ കഴിയുന്നില്ല, എല്ലാവർക്കും ഇത് യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ പുതിയ പര്യവേഷണം ഇന്ത്യയും റഷ്യയും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കപ്പൽ റൂട്ടുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. മറ്റു പല രാജ്യങ്ങളും പുതിയ കപ്പൽ റൂട്ടുകൾ കണ്ടെത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പണ്ട് ജൂതന്മാര് ഇവിടെ നിന്ന് ഈ ഏലക്കായും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ കൊണ്ടുപോയ റൂട്ടിനെ കുറിച്ച് സംസാരിച്ചത് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ പ്രധാനമന്ത്രിയൊക്കെ പോയി അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേന് കളിയാക്കാൻ വേണ്ടി കാണരുത്, പകരം അതിനകത്തുള്ള പോയിന്റുകൾ നോട്ട് ചെയ്യണം. അന്ന് അദ്ദേഹം അത് പറഞ്ഞത് വെറുതെയാണ്, അല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കാരണം അങ്ങനെ ഒരു റൂട്ട് നാളെ തുറന്നുകൂടായികയില്ല. അങ്ങനെ ഒരു റൂട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുകയും ഇസ്രായേൽ പറയുന്നത് ശരിയാണ്, 2000 വർഷം മുമ്പ് എങ്ങാണ്ട് അങ്ങനെ ഒരു റൂട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള റൂട്ടുകൾ അനവധി കണ്ടുപിടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ കുറെ റൂട്ടുകളുണ്ട്. തായ്വാൻ റഷ്യ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പട്ടിണിയിലാവും. ആ ഒരു റൂട്ട് അവിടെ കൊണ്ടടയും. മലാക്കയിൽ നമ്മൾ ചൈന തായ്വാൻ പിടിച്ചു കഴിഞ്ഞാല്, ചൈന തായ്വാൻ അറ്റാക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ റൂട്ട് അടയും. ആ ഒരു കടലെടുക്കിലുള്ള പരിപാടികളൊക്കെ തീരും. ഇന്ത്യ മലാക്ക ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചൈനയുടെ കഞ്ഞൂടി അവിടെ മുട്ടും. അതായത് എല്ലാവർക്കും എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവരുടെയും കഞ്ഞൂടി പൊട്ടിക്കാൻ എല്ലാവർക്കും ഇതേ മെത്തേഡ് ആണെങ്കിൽ ഉണ്ടാകും. ഇപ്പൊ ഇറാൻ ഹോർമുസ് അടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഇതേ മെത്തേഡ് ഇപ്പോൾ ഉക്രൈൻ ഇപ്പൊ ആ മെത്തേഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അസാവോ കടൽ ആണ് അവര് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നാളെ ചൈന തായ്വാനെ നാളെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ കടലെടുക്കുക അവിടെ തീരുകയല്ലേ? അതുവഴിയുള്ള ട്രേഡിങ് എവിടെ പോകും? അതുവഴി നമ്മളെ ഒരുപാട് അത് ബാധിക്കും. രണ്ടാമത്തെ കാര്യം, കാരണം നമ്മുടെ കൊറിയ വഴിയുള്ള ജപ്പാൻ വഴിയുള്ള എല്ലാ സാധനങ്ങളും ഇതുവഴി തന്നെയാണ് വരുന്നത്. അവിടെ അത് ബ്ലോക്ക് ആകുന്നു. ഇനി നമ്മൾ മലാക്ക ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൈനയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത്. ഇങ്ങനെ പോകുന്ന അനവധി കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ യുദ്ധം ഇപ്പോൾ ഒരു പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണെന്ന് തന്നെ പറയേണ്ടി വരും, റഷ്യ ഉക്രൈൻ യുദ്ധം. കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു ഫാബ് 3000 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാരക ബോംബ് കൊണ്ട് ഇട്ടിട്ട് അവരുടെ ഒരു ഗ്രാമം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു റഷ്യ. അപ്പൊ അങ്ങനത്തെ ഒരു രീതി. കാരണം റഷ്യയെ സംബന്ധിച്ച് ഇനിയും ട്രംപ് ഇപ്പോൾ എന്താണോ അനുഭവിക്കുന്നത് അതേ മാനസിക വ്യതയാണ് പുടിനും അനുഭവിക്കുന്നത്. ഈ പണ്ടാരം എങ്ങനെങ്കിലും ഒന്ന് തീർക്കുക എന്നുള്ളതാണ്. അതിലിനി എന്തും നോക്കാം. ധനുഷ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ നടന്ന ഇറാനിലെ ചർച്ചയിൽ ധനുഷ് പറഞ്ഞുകൊണ്ട് അവരുടെ 3ാമത്തെ ഓപ്ഷൻ അണുവായുധം പ്രയോഗിക്കുക എന്നുള്ളതാണെന്ന്. കാരണം ഒരു രക്ഷയില്ലെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സെയിം തന്നെയാണ് ഇവിടെ. കാരണം പുടിനെ സംബന്ധിച്ച് പുടിന് ട്രംപിനേക്കാൾ കുറച്ചുകൂടെ ടെൻഷനില്ല പുടിൻ നിൽക്കുന്നത്. കാരണം ട്രംപിന്റെ അത്യാവശ്യം കുറച്ച് പൈസയുണ്ട്, ഇവിടെ അതില്ല. അമേരിക്കയിൽ പൈസയുണ്ട്, റഷ്യയിൽ പൈസയില്ല. പിന്നെ അവർ കുറച്ചുകൂടെ ഞെരുക്കത്തിലാണ്. ഇപ്പൊ ഇന്ത്യയുടെ കൂടുതൽ ഡീസലും കൂടെ അവർക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പെട്രോൾ ഡീസലും. ഇപ്പൊ ഇന്ത്യയുടെ പെട്രോളിയം മന്ത്രി പറഞ്ഞത് ഞങ്ങളുടെ ഒഫീഷ്യലി ഞങ്ങൾ കൊടുക്കുന്നില്ല, ഞങ്ങളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും കൊടുക്കാനുള്ള എണ്ണയില്ല റഷ്യക്ക്. പിന്നെ സ്വകാര്യ വ്യക്തികൾ കൊടുക്കുന്നുണ്ട്, സ്വകാര്യ ഏജൻസികളും വ്യക്തികളും കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അവർ കച്ചവടം ചെയ്യുന്നുണ്ടാകുന്നത്. പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട് റിഫൈനറി ഉണ്ടല്ലോ നമുക്ക്. അവർ കൊടുക്കുന്നതിനെ കുറിച്ച് രാജ്യത്ത് നമുക്ക് അറിയില്ല, അവർ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ശരിക്കും പറഞ്ഞത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇവിടെ എത്തിച്ചിട്ട് ഇത് പ്യൂരിഫൈ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. ഇപ്പൊ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ വേണം. ഇപ്പൊ ഡീസലും വേണമെന്നാണ് പറയുന്നത്. നിലവിൽ അതില്ല. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസത്തെ കൂടി ഇതേ പ്രതിസന്ധി റഷ്യ തുടരുകയാണെങ്കിൽ നമ്മളേലും കൊടുക്കാൻ കാണില്ല. അവിടെയാണ് റഷ്യ ഇറാനിലെ വലിയ സപ്പോർട്ടുമായിട്ട് പരസ്യമായ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം എണ്ണ തീർന്നാൽ ഇറാനിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ എണ്ണ അധികം കിടക്കുന്ന ഒരു രാജ്യം ഇറാൻ. അവിടെ 2 ഷിപ്പുകൾ ഇപ്പോൾ കറാച്ചി ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്നൊരു
വാർത്തയും വരുന്നുണ്ട്. റോയിട്ടേഴ്സ് ആണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് കറാച്ചി അല്ല ലക്ഷ്യം, വേറെ എങ്ങോട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കറാച്ചി ലക്ഷ്യമാക്കി. കാരണം കറാച്ചി ഡോക്ക് ചെയ്യുക, അവിടെ നിന്ന് ഈ എണ്ണ മറ്റ് ബോട്ടുകളിലേക്കോ ഷിപ്പുകളിലേക്കോ മാറ്റിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും വിടുക എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇറാനിൽ നിന്ന് ഈ എണ്ണ എത്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇറാന്റെ 80,000-ൽ പരം ബാരലോ മറ്റോ, 80,000 ബാരലല്ല, അതിന് മേളിലുള്ള ലക്ഷക്കണക്കിന് ബാരലാണ് ഷിപ്പുകളിൽ കയറ്റി പുറംകടലിൽ ഇട്ടിരിക്കുകയാണ് അവർ. കാരണം അവർക്ക് ഇത് സേവ് ചെയ്ത് നിർത്താൻ കഴിയാത്തത് കൊണ്ട്. അതൊക്കെ നിമിഷം ഇന്ത്യയുടെ ഈ സമുദ്രാതിർത്തിയിലും കിടപ്പുണ്ട് ഈ ഷിപ്പുകളൊക്കെ പലതും. ഏത് നിമിഷം വേണമെങ്കിൽ അത് വാങ്ങണമെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഒതുങ്ങാൻ നടക്കത്തില്ലല്ലോ. അപ്പൊ ഇവിടെയാണ് രണ്ടും കൽപ്പിച്ച് റഷ്യ രംഗത്തിറങ്ങേണ്ട ഒരു സാഹചര്യം വന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ക്രൂഡ് ഓയിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ശുദ്ധീകരിച്ചത് ഗ്യാസ് ഓയിലിനായിട്ട് കൊടുക്കാൻ കഴിയുള്ളൂ. അതില്ലാതെ നമുക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അത് നമുക്ക് എത്തിയാലല്ലേ നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പൊ നമുക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? കുറഞ്ഞ പക്ഷം ഇറാൻ തരണം, ഇല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ തരണം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യം നമ്മളെ എടുത്ത് തരണം. ഇതാണ് ഇതിന്റെ ഒരു വലിയ ആഗോള പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളും, ലോകശക്തിയായ അമേരിക്കയും റഷ്യയും ഇപ്പോൾ ഒരേ മനസ്സിലാണ് പോകുന്നത്. ഒരു കൂട്ടർക്ക് ഇറാൻ എങ്ങനെയെങ്കിലും തീർത്തേ പറ്റൂ, ഒരു കൂട്ടർക്ക് ഉക്രൈൻ എങ്ങനെയും തീർത്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഇത് കുറച്ചുകൂടി രൂക്ഷമാവും. രൂക്ഷമായി കഴിയുമ്പോൾ മനുഷ്യ പറയുന്ന ആരെങ്കിലും ഒരാൾ അടിച്ച് ജയിക്കുമായിരിക്കും. ജയമെന്ന് പറയുന്ന ഒരു കാര്യം യുദ്ധത്തിലില്ല, അടിച്ച് ജയിക്കുമായിരിക്കും. ഏതായാലും നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം.